അങ്ങനെ നമ്മൾ ഏറ്റവും അവസാനം മഞ്ഞുമലയിൽ കയറി കുന്തളിക്കുകയാണ്. അവന് ജീവിതത്തിൽ ഇന്നോട്ടേ കയറൂല. അളിയ ഹെൽമെറ്റ് വേണോ? ഹെൽമെറ്റ് വേണോ? ഹേ മച്ചാവരെ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് നമ്മൾ മണാലിയിൽ എത്തിയിട്ട് 3ാമത്തെ ദിവസമാണ്. ഇന്നലെ നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു മാർക്കറ്റൊക്കെ പോയി കണ്ടു. അടിപൊളി മഞ്ഞ് വീഴ്ചയൊക്കെ കണ്ട് സൂപ്പറായിരുന്നു. അപ്പോൾ ഇന്നും ചെറിയ മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. പുറകിലൊക്കെ കാണാം വെള്ള കിടക്കുന്നതൊക്കെ മഞ്ഞുകട്ടകളാണ്. ദൂരെ കാണുന്ന ആ ഒരു വ്യൂ കൂടെ ഞാൻ കാണിച്ചു തരാം. ഉണ്ടല്ലേ, വീട്ടിലും ഒരു സീനറിയാണ് നമ്മുടെ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ഇന്ന് രാവിലെ 7 മണിക്കൊക്കെ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. ഒന്നും നടന്നില്ല. ഇപ്പം 9 മണി കഴിഞ്ഞു. സൻസാദ് ഉറക്കത്തിലാണ്. നൗഫലും റെഡിയാവുന്നു, മാലിക് റെഡിയായി താഴേക്ക് പോയി, ഞാനും റെഡിയായി. ഇനിയിപ്പോൾ പോവുക, ഫുഡ് കഴിക്കുക, എന്നിട്ട് നമുക്കൊരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോവുക. അതാണ് ഇന്നത്തെ പരിപാടി. രാവിലെ ചൂട് ചായ കിട്ടിക്കഴിഞ്ഞു. റൂമിലോട്ട് പോവാം. ഈ തണുത്തുറഞ്ഞിരിക്കുന്ന രാവിലെ ഇങ്ങനെ ഒരു ചൂട് ചായ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഇത് വേറെ വൈബാണ് മക്കളെ. പൊടി ചായ ഇഞ്ചിയൊക്കെ ഇട്ട് കിട്ടില്ല, നല്ല തണുപ്പുണ്ട്. പിന്നെ ഇന്ന് വേറൊരു പ്രത്യേകതയുണ്ട്. സൂര്യനെ കാണാൻ പറ്റി. നമ്മൾ ഇവിടെ എത്തിയതിന് ശേഷം മണാലിയിലെ സൂര്യനെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾ കണ്ടില്ലല്ലോ, നിൽക്കുന്ന സൂര്യൻ. ഉണ്ടോ? കിടിലം. അവിടെ താഴെ കിടക്കുന്ന വണ്ടിയുടെ മണ്ടയിലൊക്കെ മഞ്ഞ് വീണ് നടക്കുന്നുണ്ട് കേട്ടോ. ഇത് വേറെ ലെവലിൽ ഫ്രെയിം തന്നെ കേട്ടോ. നമുക്ക് കിട്ടിയ റൂമൊക്കെ കിട്ടില്ല തന്നെ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞു. ബട്ടറുണ്ട്, ഇതെന്തൊക്കെ അച്ചാറാണ്, പിന്നെ ഇത് എന്തോ റൊട്ടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ലേ. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് വേണം. ഞങ്ങൾ കഴിച്ച ഫുഡിൻ്റെ പേരാണ് ആലു പൊറോട്ട, പിന്നെ ബട്ടറും. ഞാൻ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, റൊട്ടി എന്നാണ്, അതല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് കയറി. ഇനിയിപ്പോൾ നേരെ നമുക്ക് പോകാനുള്ള വണ്ടി വരും. വണ്ടി കയറുക, ഇന്ന് കുറച്ച് സ്ഥലങ്ങൾ കാണുക, അതാണ് ഇനി അടുത്ത പ്ലാൻ. അപ്പോൾ എന്തായാലും വണ്ടി വരട്ടെ. നമുക്ക് പോകാനുള്ള കാറ് വന്നു. പക്ഷേ പുള്ളിക്കാരൻ ലോക്കൽ സൈഡ് കറങ്ങാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് കാറ് ആവശ്യമില്ല, ബസ്സുണ്ടല്ലോ ലോക്കൽ സൈഡ് പോകും. എന്തായാലും നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല പുള്ളിക്ക്. എന്നാലും നമുക്ക് ഇന്നലെ പോയ ആ സ്ഥലത്ത് പുള്ളിക്കാരൻ ഡ്രോപ്പ് ചെയ്ത് തരും. അവിടെ നമ്മൾ ബസ്സിൽ നമുക്ക് കറങ്ങാനുള്ള സ്ഥലത്ത് ലോക്കൽ സൈഡ് കറങ്ങും. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ ഇറക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സമയമായി. ഭയങ്കര ബ്ലോക്ക്. 3/4 മണിക്കൂർ അടുപ്പിച്ചാവും നമ്മളിങ്ങനെ വണ്ടിക്കകത്ത് തന്നെ. നമ്മുടെ കേരളത്തിലായിരുന്നെങ്കിൽ ഇതേപോലെ ഈ വരി കിടക്കുന്നവർ 4 ട്രാക്കായിട്ടൊക്കെ കയറിപ്പോയാൽ ഇവരെല്ലാവരും സാവധാനം നിന്ന് പോകാനുള്ളവർ പോയി, അവിടെ നിന്ന് വരുന്നവർ പോയി മാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് വരെ സമ്മതിക്കണം കേട്ടോ. 3.5 കിലോമീറ്റർ പോകാനുള്ളൂ. 3.5 കിലോമീറ്റർ പോകാൻ വേണ്ടി നിങ്ങൾ ഇവിടെ 2 മണിക്കൂർ ഇനി എപ്പോൾ എത്തുമെന്നോ നമ്മുടെ സമയങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന കാറിൽ നിന്ന് തിരിച്ച് ഇറങ്ങി. ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ, പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ സ്കൂട്ടി റെൻ്റ് കിട്ടുമെന്ന് നോക്കാൻ മാലിക്ക് പോയി. അവൻ പോയിട്ട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. എന്തിനു പറഞ്ഞറിയാം? 700 രൂപ സ്കൂട്ടി, 700, ബുള്ളറ്റ് 800, ഹിമാലയ കാർ എനിക്ക് തോന്നുന്നു 1200. സ്കൂട്ടി ആണെങ്കിൽ 700, ഹിമാലയ ആണെങ്കിൽ 1200, ബുള്ളറ്റ് ആണെങ്കിൽ 800. സ്കൂട്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. പണി വന്നു കഴിഞ്ഞാൽ വലിയതായിട്ട് വരില്ല, പിന്നെ കയറി പോണയൊക്കെ പാടായിരിക്കും. അതില്ല. അപ്പോൾ എന്തായാലും നമ്മൾ റെൻറ്റിന് ബൈക്ക് എടുത്ത് ഇറങ്ങാൻ പോകും. അങ്ങനെ ഞങ്ങൾ ബൈക്ക് റെൻറ്റിനെടുത്ത് സ്കൂട്ടി ഇടാം പുറത്തിരിക്കാണ്ട് അതിൻ്റെ ഒരു വീഡിയോ എടുക്കണം. എന്നിട്ട് നേരെ നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് പോവാം. അതാണ് അടുത്ത പരിപാടി. നമുക്ക് പറഞ്ഞിട്ടുള്ള സ്കൂട്ടി ഇതാണ് കേട്ടോ. 4 സൈഡും കറങ്ങി കിടന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്കകത്ത് കാണും.
അതല്ല നമ്മൾ കൊണ്ടുപോയിട്ടാണ് പിന്നെ വരുന്നതെങ്കിൽ നമുക്ക് പണി കിട്ടും. അതാണ് 4 സൈഡിൽ നമ്മൾ നോക്കണം. ഇത് അടുത്ത വണ്ടി. ഇത് അതേപോലെ തന്നെ 4 സൈഡും കറങ്ങി കിടന്ന് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം. കാച്ചുണ്ടാകുന്നോ തിരിച്ചു കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ കൊണ്ടുവയ്ക്കണം. ഇല്ലെങ്കിൽ കുടുംബം വരെ എഴുതി വാങ്ങും. നമ്മളങ്ങനെ അവിടെ നിന്ന് സ്കൂട്ടി എടുത്ത് ഇറങ്ങിയൊക്കെയാണ്. സോളൻ വാലിയിലാണ് പോകാനുള്ള പ്ലാന്. അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും നമ്മൾ 2 കൽപ്പിച്ച് വണ്ടി എടുത്തിറങ്ങി. മുന്നോട്ട് വന്നപ്പോൾ അതിമനോഹരമായൊരു വിഷ്വൽ ബ്യൂട്ടി ഉണ്ട്. അത് നിങ്ങളെ ഇവിടെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബൈക്ക് ഇവിടെ സൈഡാക്കിയത്. നോക്കളിയാ സെറ്റ് സ്ഥലം. എന്തോ റിവറിൻ്റെ പേരൊന്നും അറിയത്തില്ല. എന്തായാലും സെറ്റ് സ്ഥലം. മുതുക്ക് ബ്ലോക്കാണ് കേട്ടോ. അവന്മാരവിടെ നിന്ന് പതുക്കെ കിട്ടുന്ന വഴി കൂടെ ഒക്കെ വരുന്നു. ഞാൻ കുറച്ച് നേരം ഫ്രണ്ടിലേക്ക് നടക്കാമെന്ന് പറഞ്ഞു. എൻ്റെ മുന്നോ വണ്ടികൾ ഇവിടുന്ന് ഇളകി തുടങ്ങി. ഓ കുതിരയൊക്കെ എന്തൊരു സൈസ് അളിയോ. പ്രത്യേക രോമം. പട്ടിയിലൊക്കെ കണ്ടായിരുന്നു. പട്ടിക്ക് എന്തോ ഒരു സൈസ് രോമോ. നമ്മളേതോ ഒരു ബ്രിഡ്ജ് കയറി പോകും. അങ്ങനെ ഒരു ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ മഞ്ഞിൽ ചാടാനുള്ള ഡ്രസ്സ് എടുക്കണം. അതിനിവിടെ വന്നപ്പോൾ തന്നെ ഒരു ടീം നമ്മുടെ അടുത്ത് വന്ന് ബന്ധപ്പെട്ടു. ഒരാൾക്ക് 200 രൂപ ഷൂ ഉൾപ്പെടാം. അങ്ങനെ അങ്ങോട്ട് പോകുന്നു. മാലിക്കിനെ മഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നു ഗൈസ്. ഷൂവിന്റെ നമ്പർ പറഞ്ഞോട്ടോ. അങ്ങനെ മാലിക് റെഡി ആയി കഴിഞ്ഞു. ഈ ഫോൺ എവിടെ വയ്ക്കും? പോക്കറ്റ് കണ്ണ് ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. ഈ പോക്കറ്റ് കണ്ണുണ്ടാകും നോക്ക്. അയ്യേ ജഡ്ജി മാലിക്കെ दूसरा थे ना तो पूरा फटा हुआ है. ये बोल रही है कि उसको वही चाहिए, दूसरा नहीं चाहिए बोल रही है. हाँ ये आपका ठीक है. ഷംനാദിനെ അണിയിച്ചൊരുക്കുന്ന ചേച്ചിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷംനാദിനെ അണിയിച്ച് മണവാളനാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പുള്ളിക്കാരനെ സാഫ്രോൺ കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ടതാണ്. കയ്യിലൊക്കെ സ്മെല്ല് ചെയ്തിട്ട് നല്ല സ്മെല്ലുണ്ട്. 400 രൂപയാണ് പുള്ളി പറയുന്നത് ആ ചെറിയൊരു ബോട്ടിന് കേട്ടാ. വില കുറവാണ്ടോ? ഈ പറയുന്ന വില കുറവാണ്. നമ്മളല്ലാതെ പോയ 1000 എത്ര രൂപ കൊടുക്കേണ്ടി വരും. പുള്ളി എന്താ ഡെമോ കാണിച്ചു തരാന്ന് പറഞ്ഞു. वाटर വെള്ളം വെച്ച് रियल होगा, पूरा येलो हो जाएगा. കളർ എല്ലാം ആവും. हाँ रियल. इधर लो. रियल होगा ना, पूरा मेल्ट हो जाएगा. आर्टिफिशियल होगा, नो मेल्ट होगा सर. रियल कुंभो आपो आपके साउथ में ना सर 1 डब्बा 400 1 ग्राम. ये 3 ग्राम 400. इतना चिप में. वो बॉक्स कितना है? बॉक्स का फैमिली पैक हो तो फैमिली का सर 1 डब्बा 400 तो 6 है. സംഭവം കൊള്ളാം കേട്ടോ. लेस करेगा थोड़ा, लेगा तो पूरा लेने का हो ना सभी को एक बॉक्स लेस करेगा. ओके हम जाके देखते हैं सर दोबारा नहीं मिलेगा. फिर मेरे साथ चलो आप लेते हो ना तो 1 डब्बे का बताओ कितना देगा. आने के बाद में टाइम नहीं मिलता, उधर के बाद खेलने के बाद में चला जाता है लोग. हाँ स्मेल देखो सर. रियल कुंभो आपो सर. നിങ്ങൾ എവിടെ പോകണ്ടാ? കോൺക്രീറ്റിന്റെ പണി വല്ലതും ഉണ്ടോ?
നമുക്കൊരു ഗൈഡിനെ കിട്ടിയിട്ടുണ്ട്. ഗൈഡിനെ നോക്കിക്കൊണ്ട് മാലയ്ക്ക് പോകി കൈസ്. ഓ മുകളിൽ കൂടെ പാരാഗ്ലൈഡ്. അതിന് ഒരാൾക്ക് 4000 സംതിങ്. ഭയങ്കര വലിയ പൊക്കത്തിൽ നിന്നാണെങ്കിൽ കേട്ടാ, ചെറുതാണെങ്കിൽ 1200. ഓളിയാ കയറി പറയാളിയാ, പക്ഷേ പറന്ന് പോ. ഏതെങ്കിലും മരത്തിലങ്ങനെ കുരുങ്ങിയിരുന്ന് കഴിഞ്ഞാൽ നമ്മളെടുത്തോണ്ട് വരാം. പിന്നെ കേട്ടാ നോക്കല്ലേ, നമ്മൾ എവിടെ എത്തി? അവന് വണ്ടി തരാ. അവൻ ഉണ്ട പിടിച്ചാണ് ഇറച്ചത്. പുള്ളിക്കാരൻ കിടന്ന് വിളിച്ച് മരിക്കുന്നു. ഓടിപ്പോ. അവനാടാ ഒറ്റയ്ക്ക് മഞ്ഞി കളിക്കുന്ന മാലിക്ക്. ഇങ്ങനെ ഇപ്പൊ പൊങ്ങി ഒറ്റ പോക്കോ തിരിച്ചു വരും. അവന് ജീവിതത്തിൽ ഇന്നോട്ടേ കയറൂല. അവന് ജീവിതത്തിൽ ഇനി അതിനോട്ടേ കയറൂല. ഹായ് 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 ഹായ്. നിന്റെ ആഗ്രഹം സഫലമായില്ലേ? ഇതൊന്നും പോരെ, അപ്പൊ ആ ഓടയ്ക്കകത്തോടെ ഇറങ്ങിക്കോ. അതെ, അവിടുത്തെ മണ്ണേതാ പോണ്. പാരാഗ്ലൈഡിങ്ങിന് പോയി നോക്കിയപ്പോഴത്തേക്കും വെയിറ്റ് ഇല്ലെന്ന് പറഞ്ഞ് മാലിക്കൊക്കെ തിരിച്ചു വന്ന്. അല്ലെങ്കിൽ ഒന്ന് കയറി ഒന്ന് പറന്ന് നോക്കാമായിരുന്നു. പിന്നെ റിസ്ക്കാണ്, നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. എന്ത് വന്നാലും നമ്മൾ ഓൺ റിസ്കിലാണ് കയറണം എന്നുള്ളത്. എന്നാലും മറ്റൊരു ഈ ബലൂൺ പോലെ പൊങ്ങിയൊക്കെയുണ്ട്, പോയി നോക്കാം നമുക്ക്. ഇതൊക്കെ എന്താളിയാ? ഓ कुछ ही फायदा नहीं है इसका. അവർ പറന്ന് പൊങ്ങുകയാണ് ഗായ്സ്. അലിയ ഹെൽമെറ്റ് വേണോ? ഹെൽമെറ്റ് വേണോ? എന്തിനല്ലി ഓയ്യാ ഹോ എന്ന് പറഞ്ഞ് പോയാൽ മതി. കുത്തിയാ മതി. ആജി ഓജി ഇനി അടുത്ത മാലിക്കിന്റെ ഊഴം. चलो कौन रहेगा? ब्रेक करने के लिए क्या? नहीं, ये ऐसे करने के लिए ब्रेक लगाना है. तीन हुआ कितना लग रहा फिर? ഓ പ്രോ ഡ്രൈവറുടെ പ്രോ ആരേത്? അങ്ങനെ ഞങ്ങൾ പറക്കാൻ പോവുകയാണ് മക്കളെ. എല്ലാം എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സൻസാധാരണ എല്ലാവർക്കും എഴുതി ഒപ്പിട്ടേക്കണത്, വേറെ ആരുമില്ല. പറഞ്ഞാവേ പിന്നല്ല ഉറക്കാൻ പോകണം. അങ്ങനെ ഇങ്ങനെ ബക്കറ്റ് ലിസ്റ്റുള്ള നമ്മുടെ ബക്കറ്റ് ലിസ്റ്റുള്ള ഒരാഗ്രഹമാണ് പറക്കണോ പാരാഗ്ലൈഡിങ് എന്നുള്ളത്.
കമ്മിറ്റിയിൽ നിന്നും പ്രത്യേക അറിയിപ്പുണ്ട്. പാരാഗ്ലൈഡിങ്ങിന് പോകാനിരുന്ന 4 പയ്യന്മാർ പോകുന്നില്ല എന്ന് വെച്ച് തിരിച്ചിറങ്ങിയിരിക്കുകയാണ് ഗൈസ്. രണ്ടുപേർക്ക് വെയിറ്റ് കിട്ടൂല അതുകൊണ്ട് നമ്മൾ പോകുന്നില്ലാന്ന് വെച്ച്. അവർ പറഞ്ഞത് 60 കിലോയ്ക്ക് താഴെ ഉള്ളവരാണെന്ന്. നമ്മൾ വിചാരിച്ച 60 കിലോയ്ക്ക് മേളിൽ വേണമെന്ന്. അങ്ങനെ ആദ്യം പോയിട്ട് തിരിച്ചു പോയത്. പിന്നെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് 80 കിലോയ്ക്ക് മേളിലുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറ്റൂലെന്ന് പറഞ്ഞു. മാലിക്കിനും അത് കണക്ക് തന്നെ പിന്നെ പറ്റത്തില്ലെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ നമ്മൾ എടുത്തില്ല. എന്തായാലും നമ്മളിനി മൊഞ്ഞ എടുത്ത് മണ്ടയ്ക്കെറിയാൻ പോവുകയാണ്. ആ പോട്ടെ, ആ പാട്ട് പാട് കേക്കട്ട്. വേണ്ട വേണ്ട, തെന്നി താഴോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ മനവും പോകും കേട്ടോ. ഓഹോ ഓഹോ, ഞാനെന്നാ പൊളി വൈബ്. നെടുമങ്ങാടുള്ളൊരു ടീംസിനെ കിട്ടിയടാ. അമ്മേ ഞാൻ എന്താ പോണ്ടോ, നമുക്കൊരു നെടുമങ്ങാടുകാരനെ കിട്ടി ഗൈസ്. വീഡിയോ ഫുള്ള് യൂട്യൂബിൽ കാണും കേട്ടോ. ആ നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും പൊന്നായവനെ കാലം കാത്തു വെച്ച രക്ഷകനെ സംഹാരകനെ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോയി അണ്ണൻ വന്നാൽ വിട്ട് നില്ല് എല്ലാരും ചൊല്ല് തൊഴുകാനായി എന്നും ജനത്തിരക്ക് കാലം കരുതി വെച്ച അങ്ങനെ നമ്മൾ ഏറ്റവും അവസാനം മഞ്ഞുമലയിൽ കയറി കുന്തളിക്കുകയാണ്. ഇതൊക്കെ കാണണമെങ്കിൽ വാ. അങ്ങനെ ഞങ്ങള് മഞ്ഞ് കിടന്ന് കളിച്ച് ഊരുണ്ട് ഒരു പരിവായി കേട്ടാ. അടിപൊളി ഒരു ഷോർട്ട് വീഡിയോ കൂടെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ചെയ്ത് തന്നെ, എന്നാലും നമ്മളും അത് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. എന്തായാലും സമയം ഇപ്പോൾ ഏതാണ്ട് 5 മണിയായി. ഇനിയിപ്പോൾ നിന്ന് കഴിഞ്ഞാൽ നേരെ നല്ലതായിട്ട് ഇരുട്ടും. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ റൂം ഇടിക്കണം. അതിന് അടുത്ത പരിപാടി. എന്തായാലും ഇന്ന് ഒരു സ്ഥലം മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത് പറ്റത്തില്ലെന്ന് വിചാരിച്ചായിരുന്നു. എന്തായാലും അത് നടന്നു. അത് നമുക്ക് എന്തുകൊണ്ട് ഒരു നല്ലത് തന്നെയായിരുന്നു. ഇങ്ങനൊരു മഞ്ഞ് വല കാണാൻ കഴിഞ്ഞു. മാലിക്ക് നൗഫൽ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കളിക്കുന്നു. സൻസാദ് ഉരുണ്ടടിച്ച് താഴെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ താഴോട്ട് പോകാം. അതായിരിക്കും ഇനി അടുത്ത പരിപാടിയേ. അങ്ങനെ നമ്മൾ ബൈക്ക് റെൻറ്റിനെടുത്ത സ്ഥലത്തെത്തി. തിരിച്ച് നമ്മുടെ ബൈക്കുകൾ അതേ സ്ഥലത്ത് കൊടുക്കുകയാണ്. രാവിലെ 10 മണി തൊട്ട് 8 മണി വരെയാണ് സമയമുള്ളത് കേട്ടോ വണ്ടി എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസത്തേക്കുള്ള റെൻ്റായിട്ട് എടുക്കണം. ഇപ്പോൾ നമ്മളെടുത്തതിന് 700 രൂപയാണ്. ഒരു ദിവസത്തേക്കാണെങ്കിൽ 1000 രൂപ ആയിട്ട് വാങ്ങും. വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. നേരെ സേഫായിട്ട് നമ്മൾ പോയ സ്ഥലങ്ങളിലൊക്കെ കണ്ടു തിരിച്ചെത്തി. കൂടുതൽ വലിയ യാത്രയൊന്നും ഇല്ലായിരുന്നു. ആകെ 30 കിലോമീറ്റർ പോയതേ ഉള്ളൂ. പക്ഷെ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. നമുക്ക് ഈ ബൈക്കില്ലായിരുന്നെങ്കിൽ അവിടെ എത്തിപ്പെടാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിലേക്ക് പോകണമെങ്കിൽ ഏതാണ്ട് 1.5 കിലോമീറ്റർ അങ്ങാണ്ട് അധികമുണ്ട് നടക്കാൻ. ഇനിയിപ്പോൾ ബസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി നേരെ നടരാജൻ ബസ് എടുത്ത് നേരെ നടക്കുക. അതാണ് ഇനി അടുത്ത പരിപാടി. അങ്ങനെ ഞങ്ങൾ മഞ്ഞുമലകളൊക്കെ താണ്ടി തിരിച്ച് നമ്മുടെ റൂമിലെത്തിക്കഴിഞ്ഞു. കുറച്ച് നേരം റൂമിലിരുന്നിപ്പം ഫുഡ് കഴിക്കുന്ന ടൈമാണ്. അപ്പം നമ്മുടെ ഫുഡ് എന്താണെന്ന് കാണിച്ചു തരാം. पनीर मटर मिक्स सब्जी दाल करी റൊട്ടി, പനീർ, ബട്ടർ, മട്ടർ പനീർ. ആ ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മക്കളെ കഴിക്കുന്നത്. ഇവിടെ ഫോണി വെക്കാതെ ഫുഡ് കഴിക്കടാ. നീ ഫോൺ എല്ലാവരും ഫോട്ടോ എടുക്കും. റൈസ് കൊണ്ട് കേട്ടോ. ഇവരാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റേ തന്നത് കേട്ടോ. ഫാമിലിയാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, മകൻ അല്ലേ. മകൻ വേറെ ലെവലാണ്. ഇവരെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ പിറകെ ഇടുന്നുണ്ടായിരിക്കും. ഈ പുള്ളിക്കാരൻ തന്നെ പറയുന്നേട്ടാ ഇവർക്കുള്ള സ്റ്റേയുടെ കാര്യങ്ങളും എവിടെയാണെന്നുള്ളതും. वेलकम हमारा हिंदी में नेचर विस्टा होम स्टे मनाली
And tagline is घर से आओ घर पे आओ. Come as a guest, go as a family. And food is vegetable, pure veg. You can feel here like homely feel, and the view from this place is very beautiful. Uninterrupted view of Manali and mountains. Welcome. Exact location is Preni, 3 kilometers from Mall Road. ഇവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ടാകും. ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റേ കിട്ടും. അതും രാവിലത്തെ അത് തന്നെ ഹോംലി ഫീലുമാണ്. രാവിലത്തെ വ്യൂ എന്ന് വെച്ചാൽ പൊന്നളിയ കിട്ടിലുമാണ്. നമ്മുടെ വീഡിയോക്കകത്ത് മസ്റ്റായിട്ട് അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം.